എന്താ അപ്പൂപ്പ സുഖമാണോ? എനിക്ക് നല്ല സുഖം. എനിക്ക് സുഖം തന്നെ. അതെന്ത് പറ്റി? എന്ത് പറയാൻ? എന്ത് പറ്റി? ഇതിലൊക്കെ എന്താ കാര്യം? എങ്ങനെ മനസ്സിലാകാനാണ്? ആഹാ, കൊള്ളാലോ. എവിടെ നോക്കിയാലും കെട്ടിടങ്ങളും ഒക്കെയും മാത്രം. എവിടെ എവിടെ പോകാം? എങ്കിലും ഒന്ന് കാണണമല്ലോ. നീ അമ്മത്തൊക്കെ അങ്ങനെ മാറി നിൽക്കാണ്. ഞാനിത് ചെറുപ്പം തൊട്ട് തുടങ്ങി. ഇനി മാറ്റാനൊക്കെ വലിയ പാടാണ്. എന്ത് ചെയ്യാനാ മോളെ? എത്ര പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല. ഞാൻ കാണുന്നത് മുഴുവൻ ഇങ്ങനെയാ. നിനക്ക് ഇപ്പൊ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? സത്യം പറഞ്ഞ ഇല്ല. എന്താ ഇതൊക്കെ? ഈ പ്രായത്തിൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. മന്ദബുദ്ധികൾ ഞങ്ങളല്ല, നിങ്ങൾ ഓൾഡ് ജനറേഷനാണ്. ശരി, എങ്കിൽ നീ എൻ്റെ കൂടെ വാ. കുറച്ച് കാര്യങ്ങൾ പോയി കാണാനുണ്ട്. Good morning. Sit down. എല്ലാവരും പാഠപുസ്തകം തുറക്കൂ. ഇന്നലെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? തുളസി, എന്താ ഇത്? കുറച്ചു നാളായല്ലോ ഈ ചുമ തുടങ്ങിയിട്ട്. ശരി, ഒരു കാര്യം ചെയ്യൂ. നാളെ നീ അമ്മയും കൂടി വന്ന് സ്കൂളിൽ പോകാം. അമ്മയോട് അത്യാവശ്യം ചില കാര്യങ്ങൾ പറയാനാണ്. നമസ്കാരം. ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്ത് പറ്റി മോൾക്ക്? എപ്പോഴും ചുമയാണല്ലോ. മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചില്ലേ? നിങ്ങൾ സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കും. ഡോക്ടർക്ക് ഞാനൊരു കത്ത് തരാം. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കണം. ആവശ്യമുള്ള പണം ഞാൻ തരാം. ഞാൻ ആദ്യം കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടറെ ഇതാക്കാം. ഓക്കെ, എന്ത് പറ്റി?
നിങ്ങൾ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? ആ, ഞാനൊക്കെ ഞാൻ ഡോക്ടറെ കാണിച്ചായിരുന്നു. ശരി, മകളുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ലാബിലേക്ക് പോയി. ശരി. ആ, അമ്മ വരൂ. എത്ര നാളായി ചുമ തുടങ്ങിയിട്ട്? നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? തുടർച്ചയായി പുകയോ മറ്റു പൊടിയോ അങ്ങനെ എന്തെങ്കിലും ശല്യമുള്ള സ്ഥലമാണോ? ഇല്ല സർ, പക്ഷേ അവൾ അച്ഛൻ ഒരു ശരി, മോള് പുറത്തേക്ക് നിൽക്കൂ. കഷ്ടം. ഈ റിസൾട്ടിൽ ക്യാൻസറിൻ്റെ ഒരു ചെറിയ തുടക്കം പോലെ. ഈശ്വരാ, ഇനി ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? എൻ്റെ മോളെ രക്ഷിക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? പേടിക്കണ്ട, ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. സമയത്ത് കണ്ടെത്തുകയും കൃത്യമായി ചികിത്സിക്കുകയും ചെയ്താൽ ക്യാൻസർ മറ്റേത് രോഗം പോലെയോ ഉള്ളൂ. നിങ്ങൾ ഭയപ്പെടാതിരിക്കും. അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാ. പുക വലിച്ചാൽ ക്യാൻസർ ഉണ്ടാകും അല്ലേ? എടാ മടയാ, പുക വലിച്ചാൽ മാത്രമല്ല, അത് ശ്വസിച്ചാലും ക്യാൻസർ ഉണ്ടാകും. ശ്വസിച്ചാലും ഉണ്ടാകും അപ്പൂപ്പ? അതേടാ, ശ്വസിച്ചാലും വരും. പുകയിലെ ഉൽപ്പന്നങ്ങളെല്ലാം മറ്റു മയക്കുമരുന്നുകൾ പോലെ തന്നെ ആളെ കൊല്ലിയാണ്. നമുക്ക് ഒന്നിച്ച് ഈ വിനാശത്തിനെതിരെ പോരാടണം അപ്പൂപ്പ. നമ്മുടെ ആയുസ്സിനും ശരീരത്തിനും മറ്റുള്ളവർക്കും ദോഷം വരുന്ന യാതൊന്നും ഉപയോഗിക്കുകയോ മറ്റുള്ളവർ അത് ഉപയോഗിക്കാൻ കാരണക്കാരനാവുകയോ ഇല്ലെന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. രോഗം മൂലം കഷ്ടപ്പെടുന്ന മനുഷ്യരോടൊപ്പം നമുക്കും നിൽക്കാം. ആത്മധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ എന്നല്ല ഏത് വിപത്തിനെയും അതിജീവിക്കാൻ കഴിയും. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ മരുന്ന്. അതെ, ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ മരുന്ന്.